നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം എന്താണ്, നിങ്ങളുടെ സോള് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളഞ്ഞേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും ഒരു റീഡിംഗ് എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചറിലേക്ക് പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജോ സംശയമോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് അവരിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ആരെയും ഒരു റീഡിങ്സും കാണാൻ നിർബന്ധിക്കുന്നില്ല. എൻ്റെ എല്ലാ റീഡിങ്സുകളും ടൈംലെസ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ കണ്ടാലും അത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാണുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളഞ്ഞേക്കുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ എടുക്കേണ്ട നല്ലൊരു തീരുമാനത്തെക്കുറിച്ചാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ സോള് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗൈഡൻസ്. നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡാണ്. അതായത് ശക്തമായി അല്ലെങ്കിൽ വളരെയധികം നന്മ നിറഞ്ഞ ഒരു ചിന്തകളോട് കൂടി തന്നെ നിങ്ങൾ കാര്യങ്ങളെ അഭിമുഖീകരിക്കൂ എന്നാണ് നമ്മളോട് പറയുന്നത്. അതായത് വിട്ടുവീഴ്ചകൾ നൽകുക, മഹാമനസ്കത കാണിക്കുക, പല കാര്യങ്ങളിലും നമ്മൾ വിട്ടുവീഴ്ച കൊടുക്കണമെന്ന് തന്നെയാണ് സോള് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ്. കാരണം നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഫൈറ്റിങ്ങോ കാര്യങ്ങളോ തർക്കങ്ങളോ നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ വിട്ടുവീഴ്ച നൽകുക എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. നിങ്ങൾക്ക് മുന്നോട്ടുള്ള വിജയത്തിനും സക്സസ്സിനും, അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രതീക്ഷ വേണമെങ്കിൽ, കാരണം നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ പാർട്ട്ണറെയും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒപ്പത്തിലുള്ള പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് പല രീതിയിലുള്ള നെഗറ്റീവായ സാന്നിധ്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കൂടെ ഉള്ളവരാണ് നിങ്ങൾക്കിടയിലൊരു അകൽച്ചയ്ക്ക് കാരണം വരുന്നത്. അപ്പോഴെന്ത് ചെയ്യണം? നിങ്ങളൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക, നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതിൻ്റെ ഫലം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു തുല്യത, നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. സന്തോഷം നിറഞ്ഞൊരു ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ ഒരു ഒത്തുചേരൽ, നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കും. ആഘോഷങ്ങളും സന്തോഷങ്ങളും നിങ്ങൾക്ക് നേരിടാൻ സാധിക്കുമെന്നാണ് നിങ്ങളുടെ സോള് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുക, കുറച്ച് കാര്യങ്ങളെയൊക്കെ മറന്നു കളയുക, ഒഴിവാക്കുക. നമ്മളുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും സാധിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നമ്മളങ്ങ് ഒഴിവാക്കി കളയുക, ഒരു വിട്ടുവീഴ്ചയിലേക്ക് പോവുക എന്നത് തന്നെയാണ് നമുക്ക് രണ്ടാമത്തെ കാർഡ്സിലൂടെ മനസ്സിലാവുന്നത്. നമ്മളുടെ സന്തോഷവും ഹാപ്പിനെസ്സിനും നമ്മുടെ കൂടെയുള്ള വ്യക്തിക്കും നിങ്ങൾ വാല്യൂ കൊടുക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവരുടെ കുറവുകളെ അംഗീകരിക്കുക എന്ന് തന്നെയാണ്. ഒരു സൺ റൈസിംഗ് ആണ്. നിങ്ങൾ പോലും ചിന്തിക്കാത്ത ഒരു സന്തോഷവും വിജയവും പല രീതിയിൽ ബ്ലെസ്സിങ്സും നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലുള്ള ഒരു ബ്ലോക്കേജ്, വളരെ ശക്തമായ ഒരു ബ്ലോക്കേജ് ഉണ്ട്, ഒരു ബന്ധനം. ചിലപ്പോൾ ഈ മറ്റുള്ള വ്യക്തികളിൽ നിന്നും വന്നിരിക്കുന്നതാവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചിന്തകൾ കൊണ്ട്, നമ്മളുടെ ചിന്തകൾ കൊണ്ടും ആവശ്യമില്ലാത്ത വിചാരങ്ങൾ കൊണ്ടുമൊക്കെ നമ്മൾ നല്ലൊരു ബ്ലോക്കേജ് നമ്മുടെ സോളിനുണ്ടാക്കും. നിങ്ങളുടെ സോള് ശരിക്കും ബന്ധനത്തിലാണെന്നാണ് കാണുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ബന്ധനത്തിലാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ആഴത്തിൽ ചോദിക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ ബന്ധനം സംഭവിച്ചിട്ടുണ്ട്. ശുദ്ധമല്ലാത്ത ചില ചിന്തകളാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളെ നിങ്ങൾ തെറ്റിദ്ധാരണയോടുകൂടി കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നിലെ നിങ്ങളുടെ സമയം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യമാവാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കൊരു ബന്ധനം സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്നും പിന്മാറേണ്ട സമയമായി. ഒരു സന്ദേശവാഹകനായി സോള് നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു. അതായത് പോസിറ്റീവിനെ സ്വീകരിക്കുക, നിങ്ങളെ
നിങ്ങൾക്കൊരു വിജയം, ഒരു പുതിയൊരു വ്യക്തിയാവുക എന്നാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ സോള് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ ഇമോഷനെ സൃഷ്ടിക്കാനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു നെഗറ്റിവിറ്റീനെയും ബന്ധനത്തെയും നെഗറ്റീവായ ചിന്തകളെയും നിങ്ങൾ പൂർണ്ണമായും എടുത്ത് കളയുക. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇനിയിപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പറയും, ഇല്ല ഞങ്ങൾക്ക് അങ്ങനെയില്ല, ഞങ്ങൾ ഭയങ്കരമായും പൂർണ്ണമായും ശരിയാന്ന് പറയും. പക്ഷേ നമ്മൾക്കിവിടെ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളിൽ തന്നെ കുറച്ച് കരടുകൾ കിടപ്പുണ്ട്. അത് നിങ്ങൾ എടുത്ത് കളയുക. നിങ്ങളൊരു പുതിയ ഇമോഷൻ സൃഷ്ടിക്കുക. നിങ്ങളുടെ പാർട്ട്ണറോടൊത്ത് നിങ്ങളൊരു പുതിയ വ്യക്തിയായി തീരുക എന്നാണ് പറയുന്നത്. അവർക്കൊപ്പം സന്തോഷമാവുക. 10 ഓഫ് കപ്സ് ആണ് പിന്നെ വരുന്നത്. നിങ്ങൾ ആ ഒരു കാര്യം ചെയ്താൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു തെറ്റായ ചിന്തയെയോ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റികളെ നിങ്ങൾ എടുത്ത് കളയാൻ സമയമായി. അത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി, സന്തോഷവും സമാധാനവും എല്ലാമാണ്. നിങ്ങൾ ചിന്തിക്കാത്തൊരു സംതൃപ്തമാർന്ന ഒരു ലോകത്തെ സൃഷ്ടിക്കാമെന്നാണ് ഇവിടെ കാണുന്നത്. വലിയ പ്രതീക്ഷകളുണ്ട് നിങ്ങൾക്ക്, വലിയ സന്തോഷങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് വലിയൊരു മാറ്റം വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് വലിയൊരു മാറ്റം സംഭവിക്കുന്നു. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സക്സസ്സും വിജയവും മറ്റുള്ളവർ നിങ്ങളെ അസൂയയോടുകൂടി കാണുന്ന രീതിയിൽ ഒരു ഒത്തുചേരലിൻ്റെ സമയമായിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം കുറേയും കൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം കുറേ കൂടി സക്സസ്സും സന്തോഷവും സാറ്റിസ്ഫാക്ഷനൊക്കെ നിറഞ്ഞ രീതിയിലേക്ക് പോകാൻ പോകുന്നു. പക്ഷേ നിങ്ങളിലെ ആ ഒരു നെഗറ്റിവിറ്റിയെ നിങ്ങൾ പൂർണ്ണമായും മാറ്റുക എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ പാസ്റ്റിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ പശ്ചാത്തപിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് അതിങ്ങനെ തികട്ടി വരുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും നഷ്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ ഫിസിക്കലി, അതായത് ഫിനാൻഷ്യലായിട്ടോ അല്ലെങ്കിൽ കരിയർ പരമായിട്ടോ അല്ലെങ്കിൽ മറ്റാരിൽ നിന്നെങ്കിലുമൊക്കെ ചില ചതിയോ വഞ്ചനയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാകാം. അതെല്ലാമാണ് നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണറെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കോ ഒന്നും സാധിക്കാതെ വരുന്നതും നമ്മളുടെ മറ്റുള്ള പ്രോബ്ലംസ് കൂടി നമ്മുടെ ലവ് ലൈഫിൽ, നമ്മുടെ പ്രണയത്തിലേക്ക് കലർത്തുന്നു. നമ്മുടെ ബന്ധങ്ങളിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? മൊത്തത്തിൽ പ്രോബ്ലംസുകൾ വന്നു ചേരുന്നത്. അപ്പോൾ പാസ്റ്റിൽ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് സംഭവിച്ചതും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുമുണ്ട്. അതിൽ നിങ്ങൾ വളരെയധികം വേദനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. പക്ഷേ നിങ്ങളുടെ വേദനയെല്ലാം അവസാനിക്കുന്ന സാഹചര്യത്തിലെത്തി. അതിനൊക്കെ ഒരു പൂർണ്ണത വരികയാണ്. അതൊക്കെ പൂർണ്ണമായി അതൊരു എൻഡിങ് ആവുകയും ഇനി നിങ്ങൾക്കൊരു പുതിയ തുടക്കം, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇനി നിങ്ങൾക്കൊരു കോടതി വിധിയാണ്. നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾക്കും കഷ്ടതകൾക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാ വ്യക്തികൾക്കും മിസ്റ്റേക്കുകൾ സംഭവിക്കാം. ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തിയിലോ വാക്കിലോ ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക്, മറ്റുള്ളവരും മാത്രമാണ് കുറ്റക്കാരെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഒരു ജീവിത യാത്രയിൽ. അപ്പം അതെല്ലാം പൂർണ്ണമായും തീരുകയാണെന്നാണ് നമ്മുടെ സോള് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഇൻഫർമേഷൻ. പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ഹെർമിറ്റാണ് ഹീലാവാനുണ്ട്. കുറച്ച് പ്രോബ്ലംസ്, അതായത് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ചില വിരഹങ്ങൾ, ദുഃഖങ്ങൾ, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ ഒരുപാട് അകന്ന് നിൽക്കുകയായിരിക്കും. നിങ്ങളിൽ നിന്നുള്ള ടോർച്ചറിങ്ങോ അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തികളോ വാക്കുകളോ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാതെ നമ്മളിൽ നിന്നും പാർട്ട്ണർ മാറി നിൽക്കുന്ന വ്യക്തികളുമുണ്ട്. അപ്പം നിങ്ങളൊന്ന് ഹീലാവുക എന്നാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് വളരെ നഷ്ടവും സങ്കടവും ഉണ്ട്. പക്ഷേ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ടൈമിലോ നിങ്ങൾ തമ്മിൽ ആ കണക്റ്റഡ് ആവുന്ന സമയത്തൊക്കെ നിങ്ങളിൽ നിന്നുണ്ടായ ഒരു പെരുമാറ്റം എന്നത് ചിലപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അതൊക്കെ മാറുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരികയാണ്. നിങ്ങളോട് സോള് പറയുന്നത് നിങ്ങൾ കുറച്ച് നേരം ശാന്തമായിട്ട് ഇരിക്കുക, നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരു മെഡിറ്റേഷൻ പവറിൽ ഇരിക്കുക എന്നാണ് സോള് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതായത് നിങ്ങൾക്കുള്ള പാത തുറന്നു, നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നു. നിങ്ങൾ ഇനി നിരാശ എന്ന് പറയുന്ന കാര്യത്തെ, കയ്യിൽ കിട്ടിയതിനെ നഷ്ടപ്പെട്ടു എന്ന ഒരു വേദനയൊക്കെ നിങ്ങളോട് എടുത്ത് കളയുക. എന്നിട്ട് എന്ത് ചെയ്യുക? കുറേ കാര്യങ്ങളെ നിങ്ങൾ ഹീലാക്കുക. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാത്ത വിധം, നിങ്ങളുടെ സോളിലേക്ക് കടന്നു വരാത്ത വിധം ആ കുറേ നെഗറ്റിവിറ്റികളെ എല്ലാം ഹീലാക്കി കളയുകയും നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ പോസിറ്റീവായ ഒരു മെഡിറ്റേഷൻ ചെയ്യുക. ഒന്ന് ഏകാന്തതയോടുകൂടി ഒറ്റ
ഒറ്റപ്പെട്ട് കുറേ ടൈം ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ, നമ്മൾക്ക് പറ്റിയ തെറ്റുകളെയും നമ്മുടെ പാർട്ട്ണറിൽ നിന്നുണ്ടായ കാര്യങ്ങളെയും എല്ലാം ഒന്ന് പൂർണ്ണമായും ആലോചിച്ച് അവയെ അങ്ങ് ഹീലാക്കി കളയുക എന്നാണ് നിങ്ങളോട് നമ്മുടെ സോള് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് മറ്റൊരു ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, നിങ്ങൾ പല കാര്യങ്ങളിലും സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പാസ്റ്റിലെ ആ ഒരു കാര്യങ്ങളെ, നിങ്ങൾക്കുണ്ടായ പ്രോബ്ലംസിനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം വിട്ടുകളയുക എന്നാണ് പറയുന്നത്. പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാനും ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്ത് തീർക്കാനുമുള്ള വ്യക്തികളാണ്. പക്ഷേ നിങ്ങളുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ അനുഭവിക്കുന്ന സ്ട്രഗിളിങ്ങിൻ്റെ കൂടെ നമ്മുടെ പഴയ കാര്യങ്ങളെ എല്ലാം അങ്ങ് കൂടെ കൊണ്ടുപോവുകയാണ്, നമ്മളങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. അത് നിങ്ങൾ കളഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒരു പുതിയ വ്യക്തിയാവുക, മുന്നും പിന്നും നോക്കാതെ മുന്നോട്ട് പോകുക എന്നാണ് പറയണത്. കാരണം നിങ്ങൾക്കിപ്പോൾ അനുകൂലമായ സമയമാണ്, നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആണ്, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ആരൊക്കെയോ ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈൻ്റെ ഗൈഡ് നിങ്ങളോടൊപ്പമുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ ആ ഹോൾഡിങ് ചെയ്യുന്ന കാര്യങ്ങളെ എല്ലാം എടുത്തു കളയുക. അത് ആവശ്യമില്ലാത്ത കാര്യത്തെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ചേർത്ത് പിടിക്കുന്നതെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു 4 ഓഫ് കപ്സ്, ദുഃഖം, അതായത് നിങ്ങൾക്ക് എല്ലാത്തിനോടും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ ഉള്ള ഒരു സാഹചര്യം കാണുന്നു. കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട, നിങ്ങൾ വളരെ പ്രതീക്ഷയോടും ശക്തമായി തുടങ്ങിയ ആ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ബന്ധത്തിലുണ്ടായ വിള്ളലോ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന ചില പെരുമാറ്റങ്ങളോ ഒക്കെ ആവാം. നിങ്ങൾക്ക് എല്ലാത്തിനോടും ദേഷ്യവും കലിയും അതുപോലെ തന്നെ വെറുപ്പുമൊക്കെ ഫീൽ ചെയ്യുന്നു. ഒന്നിനോടും നിങ്ങൾക്ക് യാതൊരു രീതിയിലെയും ഒന്നിനോടും ഒരു ആഗ്രഹങ്ങളുമില്ലാതെ നിങ്ങൾ വളരെയധികം നിരാശയോടുകൂടി, നിങ്ങൾക്ക് മുന്നിൽ പല സാഹചര്യങ്ങളും സന്തോഷത്തിനും മുന്നോട്ട് പോകാനും ഒക്കെ വന്നിട്ടും അതിനെല്ലാം നിങ്ങൾ മാറ്റി വയ്ക്കുന്നു. അതിനാൽ സോള് നിങ്ങൾക്ക് കൊണ്ട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നിങ്ങളൊന്ന് കുറച്ച് സമയം വിശ്രമിക്കൂ എന്നാണ് നമ്മളോട് ആ ഹീലിംഗ് പറഞ്ഞതുപോലെ തന്നെ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, നിങ്ങളൊന്ന് സമാധാനപ്പെടൂ, എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും എത്തിച്ചേരും. നിങ്ങൾ അതിനെ തിരിച്ചറിയാനും ആ ഒരു പോസിറ്റീവായ വശങ്ങളെ മാത്രം ഉൾക്കൊള്ളാനും ശ്രമിക്കൂ എന്നാണ് പറയുന്നത്. അതുപോലെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു നിങ്ങൾക്ക്. നിങ്ങൾ വളരെ ഉത്തരവാദിത്തോടു കൂടി നല്ലൊരു വ്യക്തിത്വത്തോടു കൂടിയൊരു ജീവിതം നയിച്ചിരുന്ന ഒരാളാണ്. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ ആണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ വളരെയധികം കെയറിങ്, ഒരു ഗാർഡിയനെ പോലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തത്തെ, ചിലപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ സാമ്പത്തികവും അവരെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനും അവരെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഗാർഡിയനെ പോലെ, ഒരു പിതാവിനെ പോലെ നിന്ന് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം. അതിൽ നിന്നുമൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഇമോഷണലി കുറച്ച് വിഷമവും സങ്കടമൊക്കെ വന്നത്. പക്ഷേ നിങ്ങളുടെ സോള് പറയുന്നത്, നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്തോളുക, നിങ്ങൾ ശരിക്കും കോൺസെൻട്രേഷൻ ചെയ്തോളുക, നിങ്ങൾ സമർപ്പണ ബോധത്തോടു കൂടി നിങ്ങൾ ചെയ്ത കാര്യത്തിൽ നല്ല വിശ്വാസത്തോടും അതുപോലെ നിങ്ങൾ പോസിറ്റീവായി തന്നെ ചിന്തിക്കുക, സമർപ്പണ ബോധത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ കൊടുത്തത് എന്താണോ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും, മറ്റൊരിടത്തേക്കും പോവുകയില്ല. ദ ലവേഴ്സ് കാർഡാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. എത്ര ഫൈറ്റിങ്ങും എന്തെല്ലാം പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും, നിങ്ങൾ ആരെയാണോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്, അത് നിങ്ങളിൽ തന്നെ എത്തിച്ച് നൽകുമെന്നാണ് സോള് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു കാര്യം കൈകളിലേക്ക് കിട്ടാൻ സമയം അടുത്തിരിക്കുന്നു, നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം എന്നാണ് പറയുന്നത്. അപ്പം നമുക്കുള്ളിലുള്ള കുറേ നെഗറ്റീവിനെയൊക്കെ ഹീല് ചെയ്യാനും നമ്മളുടെ ചിന്തകളെയൊക്കെ മാറ്റി ചിന്തിക്കാനും, നമ്മുടെ ഉള്ളിലും ചിലപ്പോൾ ചില വാക്കുകളും പ്രവൃത്തികളുമൊക്കെ നമ്മൾ ചെയ്തതിലും പറഞ്ഞതിലും എല്ലാം മറ്റുള്ളവർക്കും വേദന ഉണ്ടായിട്ടുണ്ടാവാം. അതെല്ലാം നമ്മളൊന്ന് ഹീൽ ചെയ്യാൻ നോക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതിന് നിങ്ങൾ തയ്യാറാവുക. അതുപോലെ തന്നെ നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് നിങ്ങളോട് പറയുന്നത്,
ട്രസ്റ്റ് എന്നാണ്, ആശ്രയം എന്നാണ് പറയുന്നത്. ഇത് വിശ്വാസത്തിൻ്റെ സമയമാണ്. അതായത് നമ്മളെല്ലാത്തിനെയും വിശ്വസിക്കണം, ഏത് സാഹചര്യത്തെ എന്തിനേയും വിശ്വസിക്കണം. അതായത് വിശ്വാസമില്ലെങ്കിൽ വെറുതെ നമ്മളിപ്പോൾ ഒരു യൂണിവേഴ്സൽ മെസ്സേജ് പോലും നിങ്ങൾ കാണാതിരിക്കുക. അത് കണ്ടതിന് ശേഷം ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ പറഞ്ഞത് ഇന്നൊന്നും നടന്നിട്ടില്ല, നാളെയും നടക്കില്ല, അതിൽ തന്നെ തീർന്നു നിങ്ങൾക്കുള്ള ഒരു പോസിറ്റിവിറ്റി. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു പച്ചവെള്ളത്തെ പോലും മരുന്നായി സങ്കല്പിച്ച് കുടിക്കുകയാണെങ്കിൽ, വിശ്വാസത്തോട് കുടിക്കുകയാണെങ്കിൽ ആ പച്ചവെള്ളം പോലും മരുന്നായി തീരുമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവുക, എന്നിട്ട് വേണം നമ്മൾ എന്ത് കാര്യത്തെ ഫോളോ ചെയ്യാനായിട്ട്. നമുക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്ന കാര്യത്തിന് വേണ്ടി പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള മെസ്സേജുകൾ കാണാതിരിക്കുക. കാരണം നമുക്ക് ചില മെസ്സേജുകളിലൊക്കെ പറയുന്നതൊക്കെ എനിക്കത് വരണ്ട, എൻ്റെ കൺമുന്നിൽ പോലും കാണണ്ടെന്ന് പറയും. അങ്ങനെ പറയുന്ന വ്യക്തികൾ ആ വ്യക്തിക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം കാണില്ല എന്നുള്ളതാണ് സത്യം. അവർ ശരിക്കും ഹീലായി കഴിഞ്ഞവരാണ്. ഈ ഹീലാത്തവരാണ് അത് പറയുന്നതെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി വരണമെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം, നിങ്ങളത് അതിനെ അന്ധമായി വിശ്വസിക്കുക, അല്ലെങ്കിൽ പോസിറ്റീവായി തന്നെ അതിനെ കാണുക. അതല്ലെങ്കിൽ പിന്നെ ഒന്നും പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് യെസ് ഓർ നോ ആയിരിക്കും, ചിലപ്പോൾ യെസ് ആയിരിക്കാം അല്ലെങ്കിൽ നോ ആയിരിക്കാം. അതുപോലെ തന്നെ എന്താണ് വരാനിരിക്കുന്നതെന്ന് അറിയാതെ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ലഭിക്കാൻ സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ കണ്ണുകളിൽ അത്ഭുതം വികസിക്കും. കുട്ടികൾക്കൊരു സമ്മാനം തുറക്കുമ്പോൾ അവർ കാണുന്നത് പോലെ, അതായത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഈ മറന്നു കഴിയുമ്പോഴായിരിക്കും അത്ഭുതകരമായിട്ടും നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എത്തിച്ചേരുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് നമ്മൾ ഇന്ന് തന്നെ വരണമെന്നൊന്നും പറഞ്ഞാൽ ഒരു കാര്യവും നമ്മളിലേക്ക് എത്തില്ല. നമുക്ക് ടൈം ആവണം നമ്മുടെ കാര്യങ്ങൾ നമ്മളിലേക്ക് വരാൻ. അതുവരെ എന്ത് ചെയ്യുക? പോസിറ്റീവായിരിക്കുക, സമർപ്പണ ബോധത്തോടു കൂടി പ്രാർത്ഥനകളും പ്രെയറുകളും മെഡിറ്റേഷനൊക്കെ നമ്മൾ ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ചിങ് വരുത്താൻ നമ്മളെ സഹായിക്കും. നമുക്കൊരു ശക്തി, സ്ട്രെങ്ത് ഉണ്ടാവാൻ സഹായിക്കും. നമുക്ക് പോസിറ്റീവായിരുന്നാൽ നമുക്ക് പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ടേക്ക് ആക്ഷൻ എന്നാണ് നമ്മളോട് രണ്ടാമത് മാലാഖ പറഞ്ഞിരിക്കുന്നത്. നടപടി എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള പാതയിൽ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ മാലാഖമാർ അടുത്ത ഘട്ടം സ്വീകരിക്കുന്നതിനായി കാത്തിരിക്കുന്നു. കാലതാമസവും അനിശ്ചിതത്വവും ഒഴിവാക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. മുന്നോട്ട് പോകുക. നിങ്ങൾ കരിയറിലോ ബന്ധത്തിലോ ഏത് കാര്യത്തിലാണെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന എന്തിലാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം നടക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് നിങ്ങൾ പിന്തുടരുക. സജീവമായി ശ്രദ്ധ കൊടുക്കുക. അതായത് ഏത് കാര്യമാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ട ആ കാര്യത്തിലേക്ക് തന്നെ ശ്രദ്ധ കൊടുക്കുക. പോസിറ്റീവായി ചിന്തിക്കുക, അതേ രീതിയിൽ തന്നെ പോവുക. നിങ്ങളുടെ സോൾ നൽകിയ നിങ്ങളുടെ മെസ്സേജ് നിങ്ങളിൽ ആർക്കൊക്കെയാണോ റെസനേറ്റ് ആവുന്ന അവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ മുറുകെ പിടിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. ഗോഡ് ബ്ലെസ് യു.